എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നല്ല കേട്ടോ. അത് പുതിയ എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോയാണ്. അപ്പോൾ കിച്ചൻ്റെ ഒരു സെക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആകെ എന്താ പറയുക, വാരി വലിച്ച് ഓരോ സാധനങ്ങളും രാവിലത്തെ ഒരു തിക്കും തിരക്കിലും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യട്ടോ, മറ്റേ ഡൈനിങ് ടേബിളാണ് നമ്മൾ ഈ കാണുന്നത്. ഡൈനിങ് ടേബിളിലാണെങ്കിൽ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ടുണ്ട്. മോനും മോളും കൂടെ ഒക്കെ അതിൻ്റേതായ മെക്കാനിക് പണിയിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലൊന്നും വലിയ അനുസരണയൊന്നും ഇല്ല, പിള്ളേരല്ലേ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് അങ്ങനെ ഇരിക്കാം. അപ്പോൾ രണ്ടാളോടും അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും മക്കളെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരാൾ അതിൻ്റെ എന്തോ എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ എന്തോ കിച്ചണിലോട്ട് വന്നിരിക്കുന്നു. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. മടി പിടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ, കിച്ചണല്ലേ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണ്ടി വയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടി പാത്രങ്ങളൊക്കെ ഓരോ സെക്ഷനായിട്ട്, ചെറിയ പാത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതൊരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാം. ആദ്യം ചെറിയതോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെറിയ പാത്രങ്ങളാണെങ്കിൽ അതാദ്യം ക്ലീൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വലിയ പാത്രങ്ങൾ. ചിലർക്ക് വലിയ പാത്രങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറുതായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലീനിങ് ഡിവൈഡ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുക, ആദ്യം വലുത് വേണോ ആദ്യം ചെറുത് വേണോ എന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ പാത്രങ്ങൾ ക്ലീൻ ചെയ്തിട്ട് വലിയ പാത്രങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ കിച്ചണും മൊത്തത്തിൽ ഒന്ന് നീറ്റായി കഴിഞ്ഞാലാണ് വീട്ടമ്മമാർക്കൊരു സമാധാനമുള്ളൂ അല്ലേ. അപ്പം മോനാട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതാണ് കൈയുടെ ഒരു ഭാഗം വന്നിടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ലാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ പാത്രങ്ങൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ മോൻ ഓരോ സൈഡിൽ നിന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മോളെ വാശി പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പും കുമ്പളങ്ങ കേട്ടോ. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വേപ്പിലില്ലാത്ത കാര്യം ഓർത്തില്ല. അപ്പോൾ മോൾക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് ആട്ടോ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വേപ്പില പറിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ആ മുകളിലെത്തി ഡോർ തുറന്നു. അങ്ങനെ വേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വേപ്പില മരം എത്തി. അപ്പോൾ ഇനി വേപ്പില പൊട്ടിക്കട്ടെ കേട്ടോ. എത്തുന്നില്ല, എന്നാലും ഞാൻ എന്തി വലിഞ്ഞ് നിന്നിങ്ങനെ പറിച്ചാണ്. അങ്ങനെ ഒരു തണ്ട് കിട്ടി. ഫ്രഷ് വേപ്പില കേട്ടോ, മരുന്നൊന്നും അടിക്കാതെ കിട്ടുന്നത് നല്ല വേപ്പിലല്ലേ. അതിനുശേഷം കിച്ചണിൽ നിന്ന് കുറേ അലുത്ത് കൊളുത്ത് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ബാസ്ക്കറ്റിൽ ഒതുക്കി, കുറേ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കാൻ തീരുമാനിച്ചു. കൗണ്ടർ ടോപ്പും താഴെയൊക്കെ ഒന്ന് ആകെ ക്ലീൻ ചെയ്യണം. ഒക്കെ വാരി വലിച്ചിട്ടേക്കല്ലോ, എന്നാലല്ലേ ഒരു സമാധാനമുള്ളൂ വീട്ടമ്മമാർക്ക്. അതിനുശേഷം ബെഡ്റൂമിൽ വന്ന് കുറേ തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അതിങ്ങനെ എടുത്ത് ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് അലമാരയിലോട്ട് കയറ്റി വയ്ക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റേതായ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. മോനും മോളും കൊടുത്ത സൈഡിലിരുന്ന് അവർ ഡ്രസ്സൊക്കെ മടക്കി തരുന്നുണ്ട് കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞ് ഹെൽപ്പല്ലേ. അപ്പോൾ അവർ ഞാൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അവരെ നിരുത്സാഹപ്പെടുത്താനൊന്നും പോയൊന്നുമില്ല, ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ മൈൻഡ് ഉണ്ടാവുള്ളൂ. വലുതാമഴി ഇതുപോലെ ഒരു മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മളിപ്പോഴേ പ്രോത്സാഹനം കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.